ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡില് വിക്രം ശ്രീഹരി ശ്രീനിവാസിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കൽ പരിപാടിയാണ്. അതേപോലെ വാസവന് വേണ്ടി വരുണാണ് രംഗത്ത് മുന്നിലായിട്ടുള്ളത്. അങ്ങനെ രണ്ട് പാർട്ടിക്കാരും മത്സരിച്ചുകൊണ്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി വോട്ട് ചോദിക്കുകയാണ്. അതൊരു പാട്ടിലൂടെ കേട്ടോ കാണിക്കുന്നത്. പിന്നീട് ഈ സമയം ശ്രീഹരി ശ്രീനിവാസിന് വേണ്ടി വിക്രം ഇങ്ങനെ റോഡിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് വേദത്തിലൂടെ പോകൂട്ടോ. വേദയെ കാണുമ്പോൾ വിക്രമിനൊന്നും പറയാൻ പറ്റണില്ല, അത് സ്റ്റക്കായി പോകുന്നുണ്ട്. വേദ മൈൻഡ് ചെയ്യാണ്ട് പോകും. വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് വീണ്ടും ഇവരിങ്ങനെ വോട്ടൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ സമയത്ത് എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ വരുണിൻ്റെ ടീമും അതുപോലെ വിക്രമിൻ്റെ ടീമും തമ്മിൽ അടിയാവും. അങ്ങനെ വരുണും വിക്രവും തമ്മിലുള്ള ആ ഒരു അടിപിടിയൊക്കെ അത് അത്രയ്ക്ക് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും അല്ലെങ്കിലും ഇത് ചന്ദ്രശേഖരൻ കാണും കാറിൽ വരുമ്പോഴേ. എന്നിട്ട് കാർ അവിടെ നിർത്തിയിട്ട് അപ്പം തന്നെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് അവരൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ഒരു അടിപിടിയാണല്ലോ അവർ ഇത്രയും ദിവസം തെരഞ്ഞുകൊണ്ട് നടന്നത്. അതാണ് ഇവരുടെ കൺമുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഭാഗമുണ്ട്. പിന്നീട് വരുണും വിക്രമും നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നതും അടുത്തൂടെ പോകുമ്പോൾ രണ്ടുപേരുടെ മുഖത്തും നല്ല ദേഷ്യം ഉണ്ടെങ്കിലും ഉള്ളിൽ അവർ ഭയങ്കര ഫ്രണ്ട്സ് തന്നെയാണെന്ന് നമുക്കറിയാലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വാസവൻ്റെ പോസ്റ്റർ ഇങ്ങനെ ഒരു ടീം അവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ അപ്പുറത്തെ സൈഡിൽ വരണം കുറച്ച് ആൾക്കാർ എഴുതുന്ന സമയത്ത് വണ്ടിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് അടിപിടിയാവുന്നുണ്ട്. ഇതിങ്ങനെ ആ പുളിക്ക് നോക്കി നിൽക്കാട്ടോ. എന്നിട്ട് ഒരാളെ ഹെൽമറ്റും അതായത് മുഖംമൂടിയൊക്കെ വെച്ചിട്ട് വിക്രമിൻ്റെ അതേ ഡ്രസ്സിലാട്ടോ നിൽക്കണേ. അയാളെ അങ്ങോട്ട് പറഞ്ഞേക്കും. അയാൾ വരുന്നതും വരുണിൻ്റെ വയറ്റിലിട്ട് കത്തി വെച്ചങ്ങ് കുത്താട്ടോ. എല്ലാവരും പേടിക്കും. രണ്ടാമത്തെ കുത്തും കൂടി കഴിയുമ്പോഴാണ് വിക്രം എന്ന് ആ പുളിക്ക് വിളിക്കുന്നത്. എല്ലാവരും ഞെട്ടിപ്പോകും. നീ എന്താണ് വിക്രം കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് പുളിക്കിൽ ഭയങ്കര അഭിനയത്തോടു കൂടെ വിക്രമിനെ വലിച്ചുകൊണ്ട് പോകുന്ന ഭാഗമാണ് വിക്രമാണെന്ന ധാരണ. പക്ഷെ അത് വിക്രമാവാൻ സാധ്യതയില്ല. കാരണം മുഖം മൂടിയുണ്ട്, അതുപോലെ ഹെൽമെറ്റും ഉണ്ട്. അപ്പോഴേക്കും വരുൺ അവിടെ ബോധം കെട്ട് വീണിട്ടുണ്ട്. ഈ ശബ്ദം കേട്ട് വാസവിന് കുറച്ച് ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ വേറെ പോസ്റ്റർ വെക്കുന്നുണ്ട്. അവരങ്ങോട്ട് വരിക കേട്ടോ. അപ്പോഴേക്കും അടിപിടി കൂടാൻ വന്ന ഒരു വണ്ടിയിലുള്ള ആൾക്കാർ വേഗം പോവും. ആ പുളിക്ക് വിക്രമാണെന്ന് പറഞ്ഞ അയാളെയും പിടിച്ചുകൊണ്ട് ഓടും. പിന്നാലെ കുറച്ച് ആൾക്കാർ ഓടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വരുൺ വേദന കൊണ്ട് പെടഞ്ഞവിടെ വീണ് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജേട്ടനും അനിയൻകുട്ടനും കൂടെ ഇങ്ങനെ ക്യാരംസ് കളിക്കണേ. അനിയൻകുട്ടൻ ചോദിക്കും, രാജേട്ടൻ എന്ത് തോന്നുന്നു ഈ കളിയിലും നീ തന്നെ ജയിക്കുന്നേ? അനിയൻകുട്ടൻ പറയും, അതല്ല, വേദ ഇനി തിരിച്ചു വരും തോന്നുന്നുണ്ടോ? പിന്നെ ഇതാ കുട്ടിയുടെ അടവാണെന്ന് എനിക്ക് തോന്നുന്നത്. അടവോ? രാജേട്ടൻ പറയും, അതെ, ഈ ഇലക്ഷൻ കഴിയുന്നതോടെ വിക്രമും ശ്രീനി സാറും തമ്മിലുള്ള മുഴുവൻ കണക്ഷനും ഇല്ലാതാകും. അങ്ങനെ ചെയ്തോളാന്ന് വിക്രം വാക്കുകൊടുത്തല്ലേ? രാജേട്ടൻ പറയും, ആ വാക്കിൽ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലേ വേദ പോയത്. അപ്പൊ വിക്രം വാക്ക് പാലിക്കോ? രാജേട്ടൻ പറയും, പാലിക്കും. എടാ, ലോകത്തെ ഏറ്റവും കൂടുതൽ തീയുള്ളത് എന്തിനാണെന്നറിയോ? അനിയൻകുട്ടൻ പറയും, ഹ്യൂമൻ പ്രേമത്തിൽ. അപ്പൊ രാജേട്ടൻ ചിരിച്ചിട്ട്, അതേടാ, പ്രണയാഗ്നിയിൽ കുടുങ്ങിയാൽ മനുഷ്യൻ എന്തും ചെയ്യും. ഹെലന രാജ്ഞിക്ക് വേണ്ടിയിട്ട് പണ്ടത്തെ ഗ്രീക്കുകാർ റോമയ്ക്കെതിരെ 10 കൊല്ലം യുദ്ധം ചെയ്തത്. അനിയൻകുട്ടൻ ചോദിക്കും, അതേത് യുദ്ധം? ഓ എടാ, 2ാം ലോക മഹായുദ്ധം. എടാ കഴുതേ, വിവരം വേണം. മിനിമം അമർ ചിത്രകഥയെങ്കിലും വായിക്കണം കേട്ടോ. അനിയൻകുട്ടൻ പറയും, ഞങ്ങൾ ന്യൂജൻ പിള്ളേർക്ക് എന്ത് അമർ ചിത്രകഥ? അതൊക്കെ നിങ്ങൾ തന്തവൈ ടീംസിന്റെ പരിപാടിയല്ലേ കുട്ടാ. ഓ, അപ്പൊ നിങ്ങൾ പറയണത് വേദ തിരിച്ചു വരുന്ന? അവർ രണ്ടുപേരുടെ ഉള്ളിൽ ഇപ്പൊ ശരിക്കും വിഷമമുണ്ട്. ഒരുമിച്ച് കഴിഞ്ഞ കാലത്തിലെ ഓർമ്മകൾ അവർക്ക് പിന്നെ ഇരിക്കപ്പൊരുത്തില്ലാതാവും. എന്നാ പിന്നെ ആ മടങ്ങി വരുമ്പോ നമുക്കൊന്ന് ആഘോഷിക്കണം. നീ പിടിച്ചൊരു താലി അവനെ കൊണ്ട് കെട്ടിക്ക്. ആ കാര്യത്തിൽ അവനൊരു റെക്കോർഡ് ഉണ്ടാക്കട്ടെ. ഈ സമയത്തായിരിക്കും രാജേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കതച്ച് ജോസഫ് അങ്ങോട്ട് വരണേ. എന്താടാ? രാജേട്ടനോടും ജോസഫിനും പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കഥപ്പുണ്ട്. പിടി കൊടുക്കാതെ ഓടിയതാണ് ഞാൻ. ആർക്ക്? അപ്പോ രാജേട്ടൻ്റെക്കും വിക്രമയുടെ? അനിയൻകുട്ടൻ പറയും, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കളിക്കാനൊരു മൂഡില്ലെന്ന് പറഞ്ഞ് ഈ മൂലക്കിൽ ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളപ്പോ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഇതുവരെ ഉണ്ടായിരുന്നോ? അനിയൻകുട്ടൻ പറയും, ഒരു 10-15 മിനിറ്റ് വരെ ഉണ്ടായിരുന്നു. ജോസഫ് പറയും, അപ്പൊ അവനല്ലല്ലേ? എന്ന് അവന്റെ പേരാ പറയണത്. എന്ത് പറയണത് എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോ ജോസഫ് പറയും, വാസവന്റെ മകൻ വരുണിനെ കുത്തി. ഇവരൊക്കെ ഞെട്ടിപ്പോകും. സീരിയസ് ആണെന്നാ തോന്നുന്നത്. അത് ചെയ്തത് വിക്രമാണെന്നാ പറയുന്നത്. രാജേട്ടൻ പറയും, എടാ, അവൻ വൈകിട്ട് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആളുകൾ പറയുന്നത് അവൻ തന്നെയാണെന്നാ. വാസവന്റെ ആൾക്കാര് അവനെ തെരഞ്ഞു നടക്കാണ്. വഴിയിൽ വെച്ച് അവരെന്നെ പിടിക്കാൻ നോക്കിയതാ. ഞാൻ ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. നിങ്ങൾ വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ സ്ഥലം അവർക്കറിയാം. അങ്ങനെ അവര് 3 പേരും കൂടെ ജോസഫിന്റെ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവാട്ടോ. അപ്പോഴേക്കും ആ ഗുണ്ടകൾ, ദാ അവൻ പോന്നു, അവന്റെ വണ്ടിയാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരണേ. അത് വിക്രം അല്ലടാ, അവനെന്നാ മുകളിൽ കാണും, വാ എന്ന് പറഞ്ഞ് ഇവന്മാര് മുകളിലേക്ക് കയറി പോവാണേ. എന്നാ അപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോയല്ലോ. എന്നിട്ട് അങ്ങോട്ട് കയറി ചെന്ന് അവിടെ വിക്രമിനെ കാണാതാവുമ്പോ അവിടെയുള്ള സാധനങ്ങളെല്ലാം തല്ലിയിടുക കേട്ടോ. എന്നിട്ട് ആ ബുക്കും സാധനങ്ങളെല്ലാം തള്ളിയിട്ട് അവിടെ ആകെ അലങ്കോലാക്കിയിട്ടാണ് ഇവർ പോണത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാട്ടോ. അവിടെ
വാസവന്റെ ആൾക്കാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് വാസവനും രേണുകയും വരും. സാർ അർജന്റായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാനിരിക്കായിരുന്നു, പക്ഷേ ഇപ്പോ സാറ് വാ എന്ന് പറയുമ്പോൾ തന്നെ രേണുക ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് പോവാ. അപ്പോഴേക്കും ആ ഗുണ്ടകൾക്ക് വേറെയും കോള് വരുന്നുണ്ട്. കാര്യം ഇത്രയ്ക്ക് സീരിയസ് ആണ് എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഐസിയുന്റെ മുന്നിൽ എത്തുമ്പോൾ തന്നെ ഡോക്ടർ വരും കേട്ടോ. ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ട് വാസുവിന് അടുത്തെല്ലുമ്പോൾ ഇഞ്ചറി കുറച്ച് ആഴത്തിലുള്ളതായിരുന്നു. ഇന്റേണൽ ഓർഗൻസ് എല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അടിയന്തരമായ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിരുന്നതാ. അപ്പോഴേക്കും ഒരു അറ്റാക്ക് വന്നു. ഷീ കുഡിന്റ് സർവൈവ്. സോറി. ഇത് കേൾക്കുന്നതും അവരങ്ങ് ഷോക്കായി പോകും. വാസവൻ ഐസിയുന്റെ ഡോർ തുറന്നു നോക്കുമ്പോൾ കെട്ടിവെച്ച കാലുകളാ കാണുന്നത്. പിന്നെ അകത്തേക്ക് കയറാൻ പറ്റണില്ല. വരണേ എന്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് രേണുക കരയാൻ തുടങ്ങാണ്. വാസവനും തളർന്നു പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസിന്റെ അടുത്ത് രാജേട്ടനൊക്കെ ചെന്നിട്ട് പറയും, വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ അടുത്തുകൂടെ വരുണും വിക്രമും കൂടെ സംസാരിച്ചിട്ടുള്ളതാ. അവനോടുള്ള വിക്രമിന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ പഴയതുപോലെയല്ല. അപ്പോ സച്ചിയും കൂടെ ഉണ്ട്. പോസ്റ്റർ ഒട്ടിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അവർ രണ്ടുപേരും കൂടെ പിടിച്ചു വെച്ചാണ് ആ പ്രശ്നം സോൾവ് ചെയ്തത്. അല്ലെങ്കിൽ തന്നെ കൊലപാതകത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാസ്ക് ഇട്ട് വിക്രം വന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ കുത്താണെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരിക്കലും വിക്രം ചെയ്യില്ല. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല സാറേ, ഞങ്ങളപ്പോ ക്ലബില് ക്യാരംസ് കളിക്കായിരുന്നു. വിക്രമും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ജോസഫ് എന്ന് വിവരം പറയുന്നതിന്റെ 10 മിനിറ്റ് മുമ്പാണ് വിക്രം പോയത്. ഈ സമയം പുളിക്കിലേക്കും. ഇനി അവിടുന്ന് വിക്രം നേരെ അങ്ങോട്ടേക്കാണോ വന്നത്? സജീവ് പറയും, അവനെ കൊലപാതകയാക്കിയേ തീരൂന്ന് വാശിയുണ്ടെങ്കിൽ പോലീസ് അത് സ്ഥാപിക്കും. ശ്രീകാര്യ ശ്രീനിവാസൻ പറയും, അതെ, ക്യാരംസ് കളിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി കൊലപാതകം നടത്തും. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് മാസ്ക് ഇട്ടിട്ടാണെങ്കിലും വിക്രമിനെ മനസ്സിലാവുമായിരുന്നു. അത് പുളിക്കലിനും അറിയാലോ. വിക്രമിനെ ആദ്യമായിട്ട് കാണുന്ന ആളല്ലല്ലോ പുളിക്ക പോലെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അപ്പോ വേറൊരാൾ കയറി വന്നിട്ട് പറയും, പുളിക്കലാ പറഞ്ഞത്, വിക്രമാ കുത്തിയത്. അപ്പോ ശ്രീകാര്യ ശ്രീനിവാസൻ ചോദിക്കും, താൻ കണ്ടോ വിക്രം കുത്തുന്നത്? പുളിക്ക പറയും, ഞാൻ പുറകുന്ന ഞാൻ കണ്ടത്. അവനിടാറുള്ള ഒരു ബ്ലാക്ക് ചെക്ക് കളർ ഡ്രസ്സില്ലേ, അതായിരുന്നു വേഷം. അത് കഴിഞ്ഞ് ഞാൻ വിക്രം അലറി വിളിച്ച്. അപ്പൊ അവൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അവിടെ നിൽക്കുന്നത് അബദ്ധാന്ന് തോന്നിയപ്പോ ഞാൻ ഓടിപ്പോന്നു. ശ്രീകാര്യ ശ്രീനിവാസൻ ചോദിക്കും, എന്നിട്ട് അവൻ എന്റെ കൂടെ ഓടി വന്ന് എന്നെ തള്ളി താഴെയിട്ട് അവനെങ്ങോട്ട് ഓടിപ്പോയി. രാജേട്ടൻ അപ്പോഴും പറയും, അത് വിക്രം അല്ല സാറേ, അവൻ അങ്ങനെ ചെയ്യില്ല. ശ്രീനിവാസൻ ചോദിക്കും, വിക്രമായിരുന്നെങ്കിൽ തന്നെ തള്ളി താഴെടുന്നത് എന്ത്? എനിക്കറിയില്ല സാറേ, അവനെ കൊണ്ടുപോകുന്നതിനിടയില് താൻ അവനുമായിട്ട് സംസാരിച്ചില്ല. കുറെ സമയം ഓടി കിതച്ചപ്പോ ഞാൻ അവിടെ നിന്നു. നീ എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചപ്പോ അപ്പോഴാ അവൻ എന്നെ തള്ളി താഴെയിട്ട് ഓടിപ്പോയത്. രാജേട്ടൻ ചോദിക്കും, അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അത് വിക്രമല്ലെന്ന് പുളിക്കലും തോന്നിയില്ല. പുളിക്ക പറയും, അതിനെ ഞാൻ ചോദിച്ചതിനൊന്നും അവൻ മറുപടി പറഞ്ഞില്ലല്ലോ, ശബ്ദം കേട്ടാ കണ്ടുപിടിക്കായിരുന്നു. അപ്പോ ശ്രീനിവാസൻ ചോദിക്കും, തനിക്ക് എന്ത് തോന്നുന്നു? ശരീരം കൊണ്ട് അവനെ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ മുഖവും ശബ്ദവും എനിക്കറിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് ആ പുളിക്ക് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും ശ്രീകാന്തും സാബു പോലീസും കൂടെ ഇപ്പൊ കൂടെ നിന്നുകൊണ്ട് വെള്ളടിച്ച് സന്തോഷിക്കാണ് വരുണിന്റെ മരണത്തില്. വാങ്ങിയ ക്യാഷിനെ അയാൾ എന്തായാലും നന്ദി കാണിച്ചു അല്ലെ ശ്രീകാന്ത്? പണിക്കത്ത് തറവാടിന്റെ മരുമക്കളാകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ രണ്ടുപേർ, ഒന്നൊരു ഗുണ്ടയും മറ്റൊരുത്തൻ അതിലും വലിയ തെണ്ടിയും. എടോ തീർന്നു എന്നുള്ളത് സത്യാണല്ലോ അല്ലേ? അപ്പോ സാബു സാറ് പറയും, ഒരു സംശയം വേണ്ട സാറേ, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് ഉറപ്പ് വരുത്തിയതാ. എന്നാലും തന്റെ സെലക്ഷൻ സമ്മതിക്കണം സാബു. മാസ്ക് ഇട്ട് നടന്നു വരുമ്പോ അവൻ തനി വിക്രമിനെ പോലെ ഉണ്ടായിരുന്നു പുളിക്കാൻ പറഞ്ഞത്. അയാൾക്ക് പോലും അവൻ വിക്രം തന്നെയാണോന്ന് സംശയം തോന്നിയത്രേ. അവന്റെ അക്യുറസി സമ്മതിക്കണം. അപ്പോ സാബു സാറ് പറയും, വലത്തെ വാരിയലിന് താഴെ നല്ല ആഴത്തിലാ കത്തി കയറിയത്. ഉള്ളിലിട്ടൊരു തിരി കൂടി ആയപ്പോ കൊടലാകെ കൊലങ്ങി പോയത്ര. ശ്രീകാന്ത് പറയും, ഹോ, അങ്ങനെ പണിക്കത്ത് തറവാട്ടിലേക്ക് വരാനിരുന്ന ഒരുത്തൻ തീർന്നു. 1 വർഷമായി ഷർട്ടും തേച്ച് വെച്ചിരിക്കുന്ന മറ്റൊരുത്തൻ അതിന്റെ പേരിൽ കുടുങ്ങുകയും ചെയ്യല്ലേ അല്ലേ സാബു സാറേ എന്ന് പറഞ്ഞ് അവര് ചിരിക്കുമ്പോ സാബു പറയും, അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞൂടാ, അവന് വേണ്ടി അവൾ എന്തായാലും കോടതിയിൽ ഹാജരാവും. കുത്തുന്നത് കണ്ടു എന്ന് പറയാൻ നമ്മൾ ദൃക്സാക്ഷികളെ നിർത്തിയാൽ അവളുടെ തിരിച്ചും മറിച്ചുള്ള ചോദ്യത്തിൽ അവര് കൊടുങ്ങും. ആ സമയത്ത് അവൻ സ്പോട്ടിൽ ഇല്ലായിരുന്നു എന്ന് കാണിക്കാൻ അവരുടെ കയ്യിൽ ടവർ ലൊക്കേഷൻ, സാക്ഷിമൊഴി എന്നൊക്കെ പറഞ്ഞ് രേഖകൾ കാണുമല്ലോ. സംശയത്തിന്റെ ആനുകൂല്യം അവനെ വിട്ടയക്കാനുള്ള സാധ്യത നമ്മൾ കാണണം. എത്ര സ്ട്രോങ് എഫ്ഐആർ ആണെങ്കിലും ശ്രീകാന്ത് പറയും, താൻ അവനെ അത്ര കഷ്ടപ്പെട്ട് പിടിക്കും, തെളിവുണ്ടാക്കി പ്രോസിക്യൂട്ടർക്ക് കൊടുത്ത് ജയിലിലടക്കി ഒന്നും മെനക്കെടണ്ടോ. ഇപ്പൊ ആ വാസവന്റെ മകന് വേണ്ടി ചെയ്തതുപോലെ എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കി 2 പോലീസുകാരെ നാളെ ക്രൈം സീനിലേക്ക് അയച്ചാൽ മതി. വാസവൻ അവനെ അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ടാകും. അപ്പൊ ഇനി വാസവനെയും പിടിച്ച് അകത്തിടേണ്ടി വരുമല്ലോ. ശ്രീകാന്ത് പറയും, എടോ ഇനിയിപ്പൊ ആരകത്തായാലും നമുക്ക് എന്താടോ എന്ന് പറഞ്ഞ് അവരൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മദ്യപിക്കാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ വിക്രമിന്റെ വീട്ടിലേക്ക് കുറച്ച് ഗുണ്ടകൾ കയറി വരണേ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളും അങ്ങനെ ചെയറും എല്ലാം അടിച്ച് പുറത്തേക്ക് ഇടുകയാണ്. എല്ലാം നശിപ്പിക്കുക കേട്ടോ. കുറച്ച് ആൾക്കാർ വിക്രമിന്റെ റൂമിലേക്കും ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ വിക്രം ഇല്ല കേട്ടോ. ഈ സമയം പുറത്തെ ശബ്ദം ശ്രീജ കേട്ട് ഞെട്ടി എണീക്കും.
വിഷേട്ടാ പുറത്ത് എന്തൊക്കെയോ ശബ്ദോ അപ്പോ വിക്ഷവും കേൾക്കുന്നുണ്ട്. അവരപ്പം തന്നെ ലൈറ്റ് ഇട്ട് എഴുന്നേൽക്കാട്ടോ. ഇപ്പോഴേക്കും ആ ഗുണ്ടകള് ശ്രീജയുടെ ഫുഡ് പ്രൊഡക്റ്റിന്റെ ആ ഭാഗത്തേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തള്ളിയിട്ട് നശിപ്പിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് വരും. എന്താ എന്താ പ്രശ്നം? മാഷും കമലയും വരും. എന്താ പ്രശ്നം? ശ്രീജ പറയും പുറത്ത് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നു. എന്തൊക്കെയോ അടിച്ചുടക്കുകയാണെന്ന് തോന്നുന്നു. വിനായകൻ അവിടുന്ന് മുങ്ങാൻ നോക്കുമ്പോ നന്ദിനി പിടിച്ചു വെക്കുന്നുണ്ട്. മാഷ് പോകാൻ തുടങ്ങുമ്പോ വേണ്ട മാഷേ, ആരാന്നറിയാതെ തുറക്കണ്ട. നിക്ക് കമല, വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആരാന്നറിയണ്ടേ, തുറക്കടാ എന്ന് പറയുമ്പോ വിനായകൻ പേടിച്ചു നിൽക്കും. ശ്രീജ പറയും ഞാൻ തുറക്കാം, നിക്ക് മോളെ എന്ന് പറഞ്ഞ് ശ്രീജനെ പറഞ്ഞയക്കുന്നില്ല. നന്ദിനി പറയും മിഴിച്ചു നിൽക്കാതെ പോയി നോക്ക് മനുഷ്യ. അപ്പോഴേക്കും ബൈക്കിൽ പോണ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വിനായകൻ ഡോർ തുറക്കാൻ പോകുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്.